ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒത്തിരി നല്ലൊരു നിങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അതായത് ഫ്രഷ് ഫ്രൂട്ടിന്റെ കേക്കാണ് ഇന്ന് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ബേസ് ഞാൻ ചെയ്തിട്ടില്ല. ബേസ് ഓൾറെഡി ചെയ്ത് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ, മെഷർമെന്റ്സ് ഒന്നും കാണുന്നില്ല വീഡിയോയിൽ. ചില സമയം നമുക്ക് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈമൊക്കെ കൂടുതൽ വേണ്ടി വരുന്നതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ ചിലപ്പം ഞാൻ ഇടാൻ സാധിക്കാതെ വരുന്നത്. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി സന്തോഷമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ കേക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഫ്രൂട്ട് കേക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. വനില കേക്കിന്റെ ബേസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്താനുള്ള പീസാണ്. ഇത് ഞാൻ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം വനിലയുടെ ബേസ് ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എങ്ങനെയാണ് നമ്മൾ കേക്ക് ചെയ്തിരിക്കുന്നതെന്ന്. ഫ്രഷ് ഫ്രൂട്ട് ആണല്ലോ കേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ റെഡിയാണ്. ആപ്പിൾ ഉണ്ട്, ഗ്രീൻ ആപ്പിൾ കിട്ടിയില്ല, അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല. ഇതാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, വാട്ടർമെലൺ കട്ട് ചെയ്ത് റെഡിയാക്കണം, നമ്മുടെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ പൈനാപ്പിള് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് ഷുഗറിലൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ പൈനാപ്പിൾ അങ്ങനെ പച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിയൊക്കെ നാവ് ചൊറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പൈനാപ്പിൾ ഒന്നുകൂടി ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഷുഗറിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് സാധനങ്ങൾ വേറെ. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ടും ഒക്കെ ഇട്ട് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് റെഡ് ചെറി എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി ബ്ലാക്ക്, കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കളർ വരുന്നത്. അതാണ് ടേസ്റ്റ്, നമ്മൾ അങ്ങനെ കഴിക്കുമ്പോഴാണ്. പിന്നെ ഇവിടെ ഞാൻ ഷുഗർ സിറപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണി തീർത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ള ഒരു മോൾഡിലേക്കാണ് കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം റെഡിയാണ്, ക്രീമും റെഡിയാണ്. വിപ്പിംഗ് ക്രീം വൈറ്റ് വാനിലയിലാണ് ചെയ്യാൻ പോകുന്നത്. പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കണം. അതുപോലെ എല്ലാ ഫ്രൂട്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണേ ഫ്രൂട്ട്സ് എല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ. പൈനാപ്പിൾ ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അതും ഇട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് എടുക്കണം. പൈനാപ്പിൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ പൈനാപ്പിളിൽ തന്നെ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് പഞ്ചസാരയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇത് വേവാൻ ഇത് മതി, പൈനാപ്പിൾ റെഡി ആവാൻ. നമ്മുടെ പൈനാപ്പിൾ ഇവിടെ കംപ്ലീറ്റ് സോട്ട് ചെയ്ത് ഇനി ഞാനത് ഓഫ് ചെയ്യുവാണേ. കണ്ടോ, ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെയാണ് ഞാൻ വഴറ്റി എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഓൾറെഡി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അതൊന്ന് തണുക്കണം. വാട്ടർമെലന്, ആപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട്, നമ്മുടെ സ്ട്രോബെറി. ഇതിനോട് കിവി കിട്ടുവാണെങ്കിൽ കിവിയും കൂടെ നല്ലതാണ്. ഇന്ന് എൻ്റെ കയ്യിൽ കിവി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലുള്ള ഇത് കുറച്ച് ചേർക്കാവുള്ളൂ. ഇത് നമ്മുടെ വാട്ടർമെലന് ഇത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതാണല്ലോ, അതുകൊണ്ട്. അപ്പൊ നമുക്ക് റെഡി ആയിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാം കേക്കിന്റെ പണി. നമുക്ക് ഈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്യാണ് വേണ്ടത്. കുറച്ച് നമ്മൾ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. ബാക്കി
ചെറിയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണമായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അതുകൂടെ ഒന്ന് കട്ട് ചെയ്യാവേ. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനേ. ചെറി ഇട്ട് കൊടുത്തു. ചെറി അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുവാണ് നല്ലതേ. ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരം കുറവാണ് കേട്ടോ. ഇനി ഞാൻ ആദ്യം ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് 1 സ്പൂണ് ഹണിയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സിന്റെ ക്രഷ് ഉണ്ടെങ്കിൽ അത് എന്തിൻ്റെയൊക്കെയാണോ ഉള്ളത്, ഞാനിവിടെ 3 എണ്ണമാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കേക്കിന്റെ ഇടയ്ക്ക് വെക്കാനുള്ള ലെയറിൽ ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ ഫ്ലേവറൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പം ഈ കേക്കിന്റെ രുചി എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇതേ ലെയറിൽ ഇതുപോലെ ഇട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ 3 ക്രഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാംഗോയുടെ ഒഴിച്ചിട്ടുണ്ട്, പൈനാപ്പിളിന്റെ ഉണ്ട്, ഓറഞ്ചിന്റെ ഉണ്ട്. നോക്കിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. നട്ട്സും എല്ലാം ചേർത്തിട്ടുള്ളതാണേ. ഇതെല്ലാം കൂടെ എല്ലാ സൈഡിലും വരണം. നമ്മുടെ ക്രഷിന്റെയും ഹണിയുടെയും ഒക്കെ ഫ്ലേവർ ഓവറായി പോകരുത്. അപ്പം നമ്മുടെ കേക്കിൽ നിന്ന് ഇത് ഒലിച്ചിറങ്ങും. അത് പാടില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണേ. കാരണം നമുക്ക് ബാക്കി കേക്കിന്റെ സെറ്റിങ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വെള്ളം ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. തണുത്തിരിക്കണം നമുക്കിത്. ഇത് വൈറ്റ് വിപ്പിംഗ് ക്രീമാണ്. നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുകയാണ് നല്ലത് കേട്ടോ. നമുക്ക് ആ ടിന്നില് സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അതുകൊണ്ട് ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കേക്കിന്റെ മുകളിൽ നമ്മൾ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. സ്ട്രോബെറി നമ്മൾ എടുത്തിട്ട് ഞാൻ ഇതൊക്കെ എന്താ പറയുന്നത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവേ. ഞാനിങ്ങനെ സ്ട്രോബെറി ഞാൻ ഈ ടിന്നിന്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. കംപ്ലീറ്റ് റൗണ്ടിൽ ഇതുപോലെ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത് സൈഡിൽ എല്ലാ റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യാം. നന്നായിട്ട് സിറപ്പ് ഒഴിച്ചു കൊടുത്ത് കേക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണേ. അതിനുശേഷം ഇതിന്റെ ടോപ്പിൽ നമുക്ക് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. നമ്മളത് നൈഫ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീം കറക്റ്റ് ആയിട്ട് ഇടും. ഇച്ചിരി ടാസ്ക് ആയിരിക്കും. അത്രയല്ല, എന്നാലും കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുമ്പോൾ ഇതായിരിക്കും, ഈ പൈപ്പിംഗ് ബാഗ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. നമ്മള് ഫ്രൂട്ട്സിന്റെ ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ കേക്ക് വേഗന്ന് ചെയ്യണം, കാരണം ഫ്രൂട്ട്സിലൊക്കെ വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെക്കാം. അതും ഇതുപോലെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് വെറ്റ് ചെയ്ത് റെഡിയാക്കണം. നമ്മുടെ കേക്കിന്റെ ലെയർ നന്നായിട്ട് സോഫ്റ്റ് ആകാനാണ് നന്നായിട്ട് വെറ്റ് ചെയ്യുന്നത്. വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. മുകളിൽ നമ്മൾ ക്രീം കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് റെഡി ആവണം. ഈ സമയം നമുക്ക് മുകളിലേക്കുള്ള ഫ്രൂട്ട്സ് വേറെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് അതല്ല, നമ്മൾ ആദ്യം കട്ട് ചെയ്ത്
സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സിന്റെ മിക്സ് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു അറേഞ്ച്മെന്റ് ഫ്രൂട്ട്സിന്റെ നടത്തി കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ഫ്രൂട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതൊക്കെ നമ്മുടെ ഐഡിയയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇതുപോലെ ഓറഞ്ച് കട്ട് ചെയ്ത് റെഡിയാക്കിയതാണ്. നമുക്കെല്ലാം നല്ല നീറ്റിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഫ്രഷ് ഫ്രൂട്ട് കേക്ക്, എല്ലാ കേക്കും അങ്ങനെയാണ്, പക്ഷേ ഫ്രൂട്ടിൻ്റെ കേക്കിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം എല്ലാം നന്നായിട്ട് തണുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും ഇരിക്കുകയാണ് നല്ലത് കേക്ക്. അപ്പോഴാണ് റെഡി ആവുക. നിങ്ങളുടെ ഈ നിങ്ങൾക്കായിട്ടിന്ന് ചെയ്ത ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുകയാണ്. ഞാനിത് കട്ട് ചെയ്യുന്നില്ല, വേറെ ഒരെണ്ണമാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമ്മളുണ്ടാക്കിയ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇതുണ്ടോ, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ലെയർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ 2 പീസ് വേറെ സെപ്പറേറ്റ് ചെയ്തതായിരുന്നു. അപ്പം ഇത് നമുക്കൊന്ന് കഴിക്കാം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയല്ലേ നിവൃത്തിയുള്ളൂ. നിങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഉണ്ടാക്കി നോക്കണം. ഞാൻ തന്നെ എങ്ങനെയല്ല പറയുന്നത്, പക്ഷെ എങ്ങനെയല്ല ഇത്ര നല്ല കേക്ക് കഴിച്ചിട്ട് പറയാതിരിക്കുക. അതുകൊണ്ട് പറയാം, നമുക്കൊരു നല്ലൊരു ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫ്ലേവറും പിന്നെ നല്ലൊരു വനില കേക്കിന്റെ ഐസിങ് ഒക്കെ ചെയ്ത് കിട്ടുന്നൂടെ കൂട്ടി കഴിക്കുമ്പം അത് വേറെ ലെവലാണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ ഫ്രഷ് ഫ്രൂട്ട് കേക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് Please like, share and subscribe Shaji's Kitchen Malabar.